ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എച്ചെടുക്കാൻ പറ്റുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എച്ചെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്, പിന്നെ റിവേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അവിടെ ഒരു കമ്പി കാണും കണ്ടല്ലോ, അപ്പോൾ ആ കമ്പിയിൽ തട്ടാതെ നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും കമ്പികൾ കാണാം. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചെടുക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ക്ലച്ച് മാത്രം മതി. അപ്പം അങ്ങനെയുള്ള ടെൻഷൻ, ആക്സിലേറ്റർ എത്ര കൊടുക്കണം, അല്ലെങ്കിൽ ക്ലച്ച് ഒരു ഹാഫ് ക്ലച്ച് ഉപയോഗിച്ച് നമുക്ക് വെച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത് കണ്ടല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് റിവേഴ്സ് ഇടാം. നമ്മൾ ബാക്ക് ഇങ്ങനെ സൈഡ് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തട്ടാതെ, മാക്സിമം തട്ടാതെ പോകാൻ പറ്റും. ഓക്കെ, ഇനി ബാക്ക് എടുത്ത് പോവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, അതായത് നമുക്ക് ആക്സിലേറ്റർ ഒന്നും വേണ്ട, നമുക്ക് ഹാഫ് ക്ലച്ചിൽ തന്നെ എച്ചെടുക്കാൻ പറ്റും. സിമ്പിളായിട്ടാണ് നമുക്ക് എടുക്കേണ്ട, അതിന് ടെൻഷനൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പം ഇത്രയേ ഉള്ളൂ എച്ചെടുക്കുന്ന കാര്യം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട്, അതായത് നമുക്ക് എളുപ്പം, നമുക്ക് വളരെ ടെൻഷനൊന്നും അടിക്കാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എച്ചെടുക്കാനും എട്ടെടുക്കാനൊക്കെ പറ്റും. കാരണം പുള്ളി വളരെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. കാരണം ഒത്തിരി പേരെ പിന്നെ എച്ചെടുക്കാൻ പഠിപ്പിച്ച് ഒത്തിരി പേരെ ലൈസൻസ് എടുത്തു കൊടുത്ത ആളാണ്. നമുക്ക് സിമ്പിളായിട്ട് എളുപ്പം നമുക്ക് എച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. അപ്പോൾ ശരി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്താൽ എൻ്റെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി, ഇനിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും. ഓക്കെ, ബൈ.